ഹലോ ഗൈസ്, എല്ലാവർക്കും ദിനാസ് ഓണെന്നതിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കല്ലാറിൻ്റെ വിശേഷങ്ങൾ വീണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാനാണ്. ഇത് വറ്റിവരണ്ട കല്ലാറല്ല കേട്ടോ, നല്ല വെള്ളമുള്ള കല്ലാറാണ്. നമുക്ക് ആവശ്യത്തിന് നല്ല അത്യാവശ്യത്തിനും ഒക്കെ വെള്ളമുള്ള നല്ല കല്ലാറാണിത്. ഇപ്പോൾ ഇവിടെ നല്ല വെള്ളമായിട്ടുണ്ട്. മഴ പെയ്തപ്പം വെള്ളം വന്നു കണ്ടോ, നല്ല വൃത്തിയുള്ള വെള്ളമാണ്. വേസ്റ്റൊക്കെ പോയിട്ട് ഇപ്പം നല്ല വെള്ളമായിട്ടുണ്ട്, നല്ല ശുദ്ധജലമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു വലിയ മരമാണ്. അതിൻ്റെ താഴെ ആന ഒടിച്ചിട്ടേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണേലും ആന ഇറങ്ങാൻ സാധ്യതയുണ്ട്. പകലൊക്കെ നല്ല ആനശല്യമാണ്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള, അതായത് കുറച്ചപ്പുറത്തുള്ള ഒരു അപ്പച്ചൻ്റെ വീട്ടിൽ ആന ഇറങ്ങി തെങ്ങെടുത്തോണ്ട് പോയി. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പകൽ ഇറങ്ങി വരുന്നതാണ് ഈ ആന. ഇവിടെ എവിടെയോ നിപ്പുണ്ട്. ഈറ്റ അടിക്കുന്ന സൗണ്ടൊക്കെ നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. ഇതിനങ്ങോട്ട് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഏരിയ ആണ്, അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതിയില്ല. അത് മാത്രമല്ല അവിടെ ആനശല്യമൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കടുവയും ഒക്കെ നല്ല ശല്യമാണ്. മ്ലാവ്, കടുവ, ആന, കാട്ടുകോഴി ഇങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ വരാറുണ്ട്. അതുപോലെ കുറേ പക്ഷികൾ, മലയണ്ണാൻ, വേഴാമ്പൽ, ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളാണ് ഇവിടെ വരുന്നത്. പിന്നെ ആനക്കാട്ടിലും ഞാൻ കൂടുതൽ കണ്ട ഒരു ഐറ്റമാണ് കാട്ടുപന്നി, ശതപ്പന്നി. അങ്ങനെ ഒരുപാട് പന്നികൾ ഞങ്ങളുടെ വീടിൻ്റെ പിറകിലായിട്ട് വരാറുണ്ട്. അവിടെ ഫുള്ള് തോട്ടമാണ് ഞങ്ങളുടെ വീടിൻ്റെ പിറകിലായിട്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആന ഇറങ്ങുന്നത് രാത്രിയിൽ കണ്ടത്. എല്ലാവരും പകലായിരിക്കും കാണുന്നത്, ഞങ്ങളെല്ലാം രാത്രിയിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആന പകൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. രാത്രിയിലാണ് ഞങ്ങൾ ആനയെ കൂടുതലും കണ്ടിട്ടുള്ളത്. കടുവയെ ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം പോലും. അവിടെ ഭയങ്കര ബ്ലാവൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണ്, ആനയും ബ്ലാവും ഒക്കെ. അപ്പോൾ നമ്മൾ ബ്ലാവിനെയും കണ്ടിട്ടുണ്ട്, ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലാവിനെ. പിന്നെ ഇവർ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് ഈ ജീവികളൊക്കെ, അങ്ങനെയും ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാടിൻ്റെ അപ്പുറത്ത് തമിഴ്നാടാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ആറിൻ്റെ ഒരു കൈവഴി തമിഴ്നാട്ടിലൊക്കെയാണ് ഒഴുകുന്നതെന്നും പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ലെൻസ് വെച്ചിട്ടൊന്നും എടുത്തതൊന്നുമല്ല, അതായത് ഞങ്ങൾ ഫിൽറ്ററൊന്നും ഇട്ടെടുത്തതല്ല. ഇത് ഐഫോണും അല്ല കേട്ടോ, നമ്മുടെ സാധാ ഫോൺ തന്നെയാണ്. പിന്നെ ഞാൻ ഈ തമിഴ്നാടിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറോട് ചോദിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കാണണം. ഞാനത് ഇടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, എന്ത് ഭംഗിയാണ് ഞങ്ങളുടെ കല്ലാറെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ DJ's വേൾഡ് എന്നായിരുന്നു പേര്. DJ's വേൾഡ് എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ കുറേ യൂട്യൂബ് ചാനൽസാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ DJ's വേൾഡ് മാറ്റി ദിനാസ് ഓൺ എന്നാക്കിയത്. പിന്നെ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഇപ്പോൾ എന്താണ്ട് ഒരു 5:30 ആയിട്ടുണ്ട് സമയം. പിന്നെ ഞാൻ ഫിൽറ്ററൊന്നും ഇടാതെ എടുത്ത വീഡിയോസും ഫോട്ടോസും അതോടൊപ്പം നല്ല വെള്ളമുള്ള ഞങ്ങളുടെ ഈ കല്ലാറിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം എൻ്റെ ഈ ദിനാസ് ഓൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.